ഗുഡ് മോർണിംഗ്. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ സെക്ഷൻ കാണാത്തതാണെങ്കിൽ കാണണം കേട്ടോ. നമ്മളത് ആപ്പിൽ ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട്, ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. BPCC 107 സോഷ്യൽ സൈക്കോളജി. കണ്ടോ, നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്. അതായത് സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ നേച്ചർ, പിന്നെ അതുപോലെ തന്നെ സ്കോപ്പ്, ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് കേട്ടോ. ഇനി അടുത്തത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി. ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ അതാണ്, ഭാഗം അതാണ്, ടോപ്പിക് അതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി. നമുക്കറിയാം സോഷ്യൽ സൈക്കോളജി എന്താണ്, ഒരു ഹ്യൂമൻ ബിഹേവിയർ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ്, അതാണ് നമുക്ക് സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത്. അപ്പൊ ഓരോരുത്തരുടെയും തോട്ട്സും ഫീലിങ്സും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള സ്വഭാവം ആയിരിക്കില്ല ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ, അപ്പൊ അതിലൊക്കെ ഡിഫറെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത് സോഷ്യൽ കോണ്ടെക്സ്റ്റിലെ ഹ്യൂമൻസിന്റെ ബിഹേവിയർ, തോട്ട്സ്, ഫീലിങ്സ് ഇതൊക്കെ എന്താണോ അതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയന്റിഫിക് ഫീൽഡ് ആണെന്ത്, സോഷ്യൽ സൈക്കോളജി. അപ്പൊ അതിന്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്, എവിടെ നിന്നാണ് തുടക്കം എന്ന് നോക്കാം. Early years of social psychology. The earliest roots of social psychology are thought to be a group of German scholars who were influenced by the philosopher Hegel. ആദ്യത്തെ റൂട്ട് എവിടെയാ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ജർമ്മൻ സ്കോളേഴ്സ് അവരാണ്. അതായത് അവര് ഇൻഫ്ലുവൻസ് ചെയ്തത് എവിടെ നിന്നാണ്, ഫിലോസഫിയിൽ നിന്നാണ്. ഫിലോസഫർ ഹേഗൽ എന്ന ഫിലോസഫറിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ജർമ്മൻ സ്കോളേഴ്സ് എന്ത് ചെയ്തത്, ഈ ഒരു സോഷ്യൽ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്തത്. റൂട്ട് കിടക്കുന്നത് എവിടെയാണ്, ജർമ്മൻ സ്കോളേഴ്സ് ആണ്. അവർ ഇൻഫ്ലുവൻസ്ഡ് ആയത് എവിടെ നിന്നാണ്, ഫിലോസഫർ ഹേഗലിന്റെ അടുത്ത് നിന്നാണ്. The concept of collective mind was interpreted in conflicting ways. On the other hand, a societal way of thinking within the individual, and on the other, a forms of trans-individual mentality that could encompass a whole group of people. Collective mind നെ പറ്റി പഠിക്കാം. കളക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടെ കളക്റ്റീവ് മൈൻഡ് ആണ്. ഇപ്പൊ എന്റെ മാത്രം കാര്യം അങ്ങനെയല്ല. കളക്റ്റീവ് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവരുടെ കാര്യങ്ങളുണ്ട്, എല്ലാവരെ പറ്റിയിട്ടും പഠിക്കാം. Was interpreted in conflicting ways. On the other hand, a societal way of thinking within the individual. ഓരോരുത്തരിലും എന്തുണ്ടായിരിക്കും, ഒരു സൊസൈറ്റൽ വേ ഓഫ് തിങ്കിങ് ഉണ്ടായിരിക്കും. അതായത് എല്ലാവർക്കും വേണ്ടി ഓരോന്ന് ചെയ്യുക. ഒരു സൊസൈറ്റൽ വേ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ, സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് ഇൻഡിവിജ്വൽസ്, അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്, പണ്ട് തൊട്ടേ ഈ പറയുന്ന കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതെന്തായിരുന്നു, കളക്റ്റീവ് മൈൻഡ്. അതൊരു കോൺഫ്ലിക്റ്റിംഗ് വേയിലാണ് ഇന്റർപ്രറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം on the one hand, മറ്റൊരു ഭാഗത്ത് എങ്ങനെയായിരുന്നു, സൊസൈറ്റൽ വേ ഓഫ് തിങ്കിങ് ആയിരുന്നു. അതായത് മൊത്തത്തിൽ എല്ലാവരെയും കൂടെ കണക്കെടുക്കുന്നുണ്ട്. The two earliest textbooks on social psychology were written by the psychologist William McDougall in Britain and the sociologist Ross in America. അപ്പൊ ആദ്യത്തെ സോഷ്യൽ സൈക്കോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആരാണ്, ഒന്ന് സൈക്കോളജിസ്റ്റ് വില്യം മെക്ഡോഗലും ബ്രിട്ടനിലാണ്, പിന്നെ അതുപോലെ തന്നെ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള റോസ് ഇൻ അമേരിക്ക. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതാണ് ഏർലിയസ്റ്റ് സോഷ്യൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത്. However, none of these textbooks were like a modern social psychology textbooks. അപ്പൊ എന്നിരുന്നാലും ഇന്ന് നമ്മൾ പഠിക്കുന്ന തരത്തിലുള്ള സോഷ്യൽ സൈക്കോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നില്ല എന്ത്, അന്ന് പബ്ലിഷ് ചെയ്തത്. At the end of 19th century and the beginning of 20th century, social psychology started to systematically measure the thoughts, feelings and behaviors of human beings. അങ്ങനെ പോകെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ എന്തായി, സോഷ്യൽ സൈക്കോളജി സിസ്റ്റമാറ്റിക്കലി മെഷർ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് നമ്മുടെ തോട്ട്സും ഫീലിങ്സും ബിഹേവിയറും ഒക്കെ എങ്ങനെ സിസ്റ്റമാറ്റിക്കലി മെഷർ ചെയ്യാനായിട്ട് തുടങ്ങി. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താ, അതിനൊക്കെ കൃത്യമായിട്ടുള്ള ടൂൾസ് ഉണ്ടായിരിക്കും. നമ്മൾ സയന്റിഫിക്കലി മെഷർ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ടൂളും സ്കെയിലും കാര്യമൊക്കെ വെച്ചിട്ട് നമ്മുടെ തോട്ട്സും ഫീലിങ്സും ബിഹേവിയറും ഒക്കെ മെഷർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ആണോ? ആദ്യം തൊട്ടൊന്നും കൂടെ പറയാം, നമ്മുടെ ഏർലിയസ്റ്റ് റൂട്ട് കിടക്കുന്നത് ജർമ്മൻ സ്കോളേഴ്സിന്റെ അടുത്താണ്. അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ഫിലോസഫർ ഹേഗൽ നിന്നാണ്. പിന്നെ ആ ടൈമിലൊക്കെ കളക്റ്റീവ് മൈൻഡ്, സൊസൈറ്റൽ വേ ഓഫ് തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഡ്യൂറേഷനിൽ നടന്നിരുന്നു. രണ്ട് ഏർലിയസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, വില്യം മെക്ഡോഗളും പിന്നെ അമേരിക്കയിലെ റോസ്, സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള റോസ്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതിയ ടെക്സ്റ്റ് ബുക്കാണ് എന്ത്, സോഷ്യൽ സൈക്കോളജിയിലുള്ള
ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കുകൾ. പക്ഷെ അത് ഇന്നത്തെ മോഡേൺ സോഷ്യൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് പോലെ ആയിരുന്നില്ല. ഇനി 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലൊക്കെ എന്തായി, സോഷ്യൽ സൈക്കോളജി സിസ്റ്റമാറ്റിക്കലി നമ്മുടെ തോട്ട്സും ഫീലിങ്സും ബിഹേവിയറും ഒക്കെ മെഷർ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ ഫഹീമ? ഓക്കെ അല്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. A number of laboratories were set up in Europe and the United States, which started with a psychological laboratory at Leipzig in 1879, set by William Wundt to provide an experimental basis for psychology in Germany. നമുക്കറിയാം, വില്യം വുണ്ട് ആണ് ആദ്യത്തെ സൈക്കോളജിക്കൽ ലബോറട്ടറി ജർമ്മനിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1879. അപ്പൊ അതേ കാലഘട്ടത്തിൽ തന്നെ യൂറോപ്പിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ഒരുപാട് ലാബോറട്ടറീസ്, നമ്പർ ഓഫ് ലാബോറട്ടറീസ് അന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. മീൻ ടൈം ദ ബിഹേവിയറിസ്റ്റ് ജോൺ വാട്സൺ പബ്ലിഷ്ഡ് ഹിസ് ക്ലാസിക് സയന്റിഫിക് മാനിഫെസ്റ്റോ ഫോർ സൈക്കോളജി ഇൻ 1930. ആ ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം ബിഹേവിയറിസ്റ്റ് ആയിട്ടുള്ള ജോൺ വാട്സൺ എന്ത് ചെയ്തു, ഒരു ക്ലാസിക് മാനിഫെസ്റ്റോ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തു 1913. 1924, ഇൻസ്പയർഡ് ബൈ വാട്സൺ, ഫ്ലോയ്ഡ് ആൽപോർട്ട് പബ്ലിഷ്ഡ് എൻ അജണ്ട ഫോർ സോഷ്യൽ സൈക്കോളജി. അങ്ങനെ ഈ വാട്സന്റെ ഈ ഒരു സയന്റിഫിക് മാനിഫെസ്റ്റോ ഇൻസ്പയർഡ് ആയിട്ട് ഫ്ലോയ്ഡ് ആൽപോർട്ട് എന്ത് ചെയ്തു, 1924 ഒരു അജണ്ട സോഷ്യൽ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തു. And argued that social psychology would flourish only if it became an experimental science. എന്നിട്ട് എന്ത് പറഞ്ഞു, ഈ ഒരു അജണ്ട പബ്ലിഷ് ചെയ്തിട്ട് പറഞ്ഞു, ഒരു സയന്റിഫിക് ആയിട്ട് മാറിയാൽ മാത്രമേ ആ ഒരു ഫീൽഡ് ഫ്ലറിഷ് ആവുള്ളൂ. വെറുതെ നമ്മൾ ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സയന്റിഫിക് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ നമ്മള് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയുന്ന പോലെ അതിനൊക്കെ എന്തുണ്ട്, കൃത്യമായിട്ടുള്ള എക്സ്പെരിമെന്റ്സും തെളിവ് സഹിതമാണല്ലോ ഓരോന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സോഷ്യൽ സൈക്കോളജിയും ഒരു എക്സ്പെരിമെന്റൽ സയൻസ് ആയിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഫ്ലറിഷ് ആവുള്ളൂ. ആ ഒരു ഫീൽഡ് ഫ്ലറിഷ് ആയിട്ട് വരണം വെച്ചെങ്കിൽ അതൊരു എക്സ്പെരിമെന്റൽ സയൻസ് ആയി മാറണമെന്ന് ആര് പറഞ്ഞു? ഫ്ലോയ്ഡ് ആൽപോർട്ട് പറഞ്ഞു. അദ്ദേഹം ഒരു അജണ്ട പബ്ലിഷ് ചെയ്തു, അതിനോടൊപ്പമാണ് ഈ ഒരു കാര്യം ആർഗ്യൂ ചെയ്തത്. ഷോർട്ട്ലി ആഫ്റ്റർ, ഗാർഡനർ മുർഫി ആൻഡ് ലൂയിസ് മുർഫി പബ്ലിഷ്ഡ് എ ബുക്ക് ആക്ച്വലി എൻടൈറ്റിൽഡ് എക്സ്പെരിമെന്റൽ സോഷ്യൽ സൈക്കോളജി. അതിനുശേഷം അതിന് തൊട്ട് പിന്നാലെ ഷോർട്ട്ലി ആഫ്റ്റർ ഗാർഡനർ മുർഫി, ലൂയിസ് മുർഫി രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, ഒരു എക്സ്പെരിമെന്റൽ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഇൻ സോഷ്യൽ സൈക്കോളജി is often identified as Norman triplets, the study of how people can put more effort into a task when other people are present as observers or competitors. എന്താണ് ആദ്യത്തെ സോഷ്യൽ സൈക്കോളജിയിൽ നടന്ന എക്സ്പെരിമെന്റ്. അപ്പൊ അവിടെ തൊട്ട് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തു. എക്സ്പെരിമെന്റൽ സയൻസ് ആക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടുന്ന് പിന്നെ അങ്ങോട്ട് എക്സ്പെരിമെന്റൽ സയൻസ് ആക്കാനുള്ള ഒരു തിക്കും തിരക്കായിരുന്നു. അങ്ങനെ 1898 നോർമൻ ട്രിപ്ലറ്റ് അതായിരുന്നു സോഷ്യൽ സൈക്കോളജിയിലെ ആദ്യത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ റേസ് ഒക്കെ ആയിരുന്നു. അപ്പൊ കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ട് സൈക്കിൾ റേസ് നടത്തും. അപ്പൊ മറ്റുള്ളവരുടെ പ്രസൻസ്, ഒബ്സർവേഴ്സ് കുറെ പേരുണ്ട്, കാണികളായിട്ട് കുറെ പേര് നിൽക്കുമ്പോൾ ഇവരുടെ പെർഫോമൻസ് ലെവൽ എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്തു. അതായിരുന്നു ആ എക്സ്പെരിമെന്റ്, നോർമൻ ട്രിപ്ലറ്റ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ്. അതായിരുന്നു സോഷ്യൽ സൈക്കോളജിയിലെ ആദ്യത്തെ എക്സ്പെരിമെന്റ്. അപ്പൊ ഈ ഒബ്സർവേഴ്സ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റേഴ്സ് കൂടെ മത്സരിക്കാൻ കുറെ ആൾക്കാര്, കാണികളും ഒക്കെ ഉള്ളപ്പോ എന്ത് ചെയ്തു, മത്സരിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസ് കൂടി. അതായിരുന്നു സോഷ്യൽ സൈക്കോളജിയിലെ ആദ്യത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്ത്, ഏർലി ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ ആദ്യ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിലെ പരമാവധി വർഷങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഈ വർഷം ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ലിപ്സിക്ക് 1879 നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ട കാര്യം. നമ്മൾ ഒരു സൈക്കോളജിസ്റ്റ് ആവണം, അല്ലെങ്കിൽ PGക്ക് പോകണം, എൻട്രൻസ് എഴുതണം എന്നൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഈ വർഷങ്ങളൊക്കെ പഠിക്കണം. ഈ ലീപ്സിക് 1879 നമുക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യമാണ്. വില്യം വുണ്ടാണ് നമ്മുടെ ലബോറട്ടറി സൈക്കോളജിക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു ലബോറട്ടറി ജർമ്മനിയിലെ ലീപ്സിക് യൂണിവേഴ്സിറ്റിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് 1879 പഠിക്കണം. പിന്നെ വേണം വെച്ചെങ്കിൽ ഈ ക്ലാസിക് മാനിഫെസ്റ്റോ ജോൺ വാട്സൺ പബ്ലിഷ് ചെയ്തത് അതൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം. ഓക്കെ, പേരുകളൊക്കെ പഠിക്കുക കണ്ടോ. അതിനുശേഷം ഗാർഡൻ മുർഫി, ലൂയിസ് മുർഫി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു, എക്സ്പെരിമെന്റൽ സോഷ്യൽ സൈക്കോളജി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. വർഷങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്
ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഇപ്പൊ പറഞ്ഞു. നമ്മൾ ഇനി അടുത്തത് ഫോർമേഷണൽ ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അടുത്തത് സോഷ്യൽ സൈക്കോളജിയുടെ ഫോർമേഷണൽ ഇയേഴ്സ് ആണ്. എങ്ങനെയാണ് ഇങ്ങനെ ഫോം ചെയ്ത് വന്നപ്പോ നമ്മൾ ഏർലി ഇയേഴ്സ് പറഞ്ഞു, പിന്നെ അവിടെ നിന്ന് ഒറ്റ അങ്ങോട്ട് സോഷ്യൽ സൈക്കോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഒരു ഫീൽഡ് ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ഫീൽഡ് ആയിട്ട് വരികയാണ്. ഡ്യൂറിംഗ് ദ 1940s and 1950s, കർട്ട് ലെവിൻ, ലിയോൺ ഫെസ്റ്റിംഗർ argued for a scientifically rigorous social psychology. കണ്ടോ, 40-50 കാലഘട്ടത്തിൽ എത്തിയപ്പോ കർട്ട് ലെവിൻ, ഈ പേര് നമ്മൾ പഠിക്കണം കേട്ടോ, നമ്മുടെ സോഷ്യൽ സൈക്കോളജിയുടെ ഫാദർ ആണ് കർട്ട് ലെവിൻ, ലിയോൺ ഫെസ്റ്റിംഗർ, ഈ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, ആർഗ്യൂ ചെയ്യാണ്. സോഷ്യൽ സൈക്കോളജി ഒരു സയന്റിഫിക് ഫീൽഡ് ആക്കാനായിട്ട് ആർഗ്യൂ ചെയ്തു. ലെവിൻ നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി. കണ്ടോ, കർട്ട് ലെവിൻ ആണ് എന്ത്, നമ്മുടെ സോഷ്യൽ സൈക്കോളജിയുടെ ഫാദർ. ഡെവലപ്ഡ് മെനി ഓഫ് ദ ഇമ്പോർട്ടന്റ് ഐഡിയാസ് ഓഫ് ദ ഡിസിപ്ലിൻ ഇൻക്ലൂഡിംഗ് എ ഫോക്കസ് ഓൺ ദ ഡൈനാമിക് ഇന്ററാക്ഷൻസ് എമംഗ് പീപ്പിൾ. കണ്ടോ, ഒരുപാട് കാര്യങ്ങൾ, കുറെ ഡിസിപ്ലിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് എ ഫോക്കസ് ഓൺ ദ ഡൈനാമിക് ഇന്ററാക്ഷൻ എമംഗ് പീപ്പിൾ. എന്താണ്, ജനങ്ങൾക്കിടയിലുള്ള ഡൈനാമിക് ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്, അതും കൂടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. ഇൻ 1954 ഫെസ്റ്റിംഗർ എഡിറ്റഡ് എ ബുക്ക് കോൾഡ് റിസർച്ച് മെത്തേഡ്സ് ഇൻ ബിഹേവിയറൽ സയൻസ്. 1954 ഫെസ്റ്റിംഗർ എന്ത് ചെയ്തു, ഒരു ബുക്ക് എഡിറ്റ് ചെയ്തു. ഓൾറെഡി ഉള്ളതാണ് ഒരു ബുക്ക് എഡിറ്റ് ചെയ്ത്. ഏതാണ്, റിസർച്ച് മെത്തേഡ്സ് ഇൻ ദ ബിഹേവിയറൽ സയൻസസ് വിച്ച് സ്ട്രെസ്ഡ് ദ നീഡ് ഓഫ് സയന്റിഫിക് മെഷർമെന്റ് ആൻഡ് ടു യൂസ് ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് ടു സിസ്റ്റമാറ്റിക്കലി ടെസ്റ്റ് അബൌട്ട് സോഷ്യൽ ബിഹേവിയർ. എന്ത് പറഞ്ഞു, സയന്റിഫിക് മെഷർമെന്റിന്റെ ആവശ്യത്തെ പറ്റി പറഞ്ഞു. ആൻഡ് ടു യൂസ് ലബോറട്ടറി എക്സ്പെരിമെന്റ്, ലബോറട്ടറി എക്സ്പെരിമെന്റുകൾ യൂസ് ചെയ്യണം ടു സിസ്റ്റമാറ്റിക്കലി ടെസ്റ്റ് അബൌട്ട് സോഷ്യൽ ബിഹേവിയർ. അപ്പൊ ഫെസ്റ്റിംഗർ ഈ പറഞ്ഞ ബുക്കിലൊക്കെ എന്തായിരുന്നു, റിസർച്ച് മെത്തേഡ്സ് ആയിരുന്നു. ഒരു സോഷ്യൽ ബിഹേവിയറിനെ സിസ്റ്റമാറ്റിക്കലി മെഷർ ചെയ്യണമെങ്കിൽ ലബോറട്ടറി എക്സ്പെരിമെന്റ് വേണം, സയന്റിഫിക് മെഷർമെന്റ് ഒക്കെ വേണം. അതിന്റെ ഒക്കെ ആവശ്യകതയെ പറ്റി പറഞ്ഞിട്ടാണ് എന്ത്, ഈ ഒരു പുസ്തകം അദ്ദേഹം എഡിറ്റ് ചെയ്തത്. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് വേൾഡ് വാർ II, the studies on conformity were conducted by Musafir Sherif and Solomon Asch. Studies on obedience were conducted by Stanley Milgram and Philip Zimbardo. രണ്ടുപേരും എന്ത് ചെയ്തു, കൺഫോമിറ്റിനെ പറ്റി പഠിച്ചത് മുസാഫിർ ഷെരീഫും സോളമൻ ആഷാണ്. ഒബീഡിയൻസിനെ പറ്റി പഠിച്ചത് സ്റ്റാൻലി മിൽഗ്രാമും ഫിലിപ്പ് സിംബാർഡും. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ സൈക്കോളജിയിൽ വരുന്നതാണ് കേട്ടോ. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കുന്നത് എങ്ങനെയാണ്, അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, പണിഷ്മെന്റിനെ പേടിച്ചിട്ടാണോ, അല്ലെങ്കിൽ ആളോടുള്ള ഇന്ററാക്ഷൻ കൊണ്ടാണോ, ഇതൊക്കെ നമ്മൾ പഠിക്കും. സ്റ്റഡീസ് ഓൺ ഒബീഡിയൻസ് അങ്ങനെയായിരുന്നു. അപ്പൊ അത് കണ്ടക്ട് ചെയ്ത ആരായിരുന്നു, സ്റ്റാൻലി മിൽഗ്രാം, ഫിലിപ്പ് സിംബാർഡോ. പിന്നെ അതുപോലെ തന്നെ കൺഫോമിറ്റിനെ പറ്റി പഠിച്ചത് മുസാഫിർ ഷെരീഫ്, സോളമൻ ആഷ്. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോർമേഷണൽ ഇയർ ആണ് പറഞ്ഞത്. 1940, 1950s കർട്ട് ലെവിൻ, ലിയോൺ ഫെസ്റ്റിംഗർ രണ്ടുപേരാണ് ആർഗ്യൂ ചെയ്തത്. അതിൽ ലെവിൻ എന്തായിട്ട് അറിയപ്പെടുന്നു, ദ ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നറിയപ്പെടുന്നു. ഫെസ്റ്റിംഗർ ഒരു ബുക്ക് എഡിറ്റ് ചെയ്തു, റിസർച്ച് മെത്തേഡ്സ് ഇൻ ബിഹേവിയറൽ സയൻസസ്. അതിൽ പറഞ്ഞത് സയന്റിഫിക് മെഷർമെന്റ്, ലാബോറട്ടറി എക്സ്പെരിമെന്റ്, ഇതിന്റെ ഒക്കെ ആവശ്യകത പറ്റിയിട്ടാണ്. കാരണം സോഷ്യൽ ബിഹേവിയർ സിസ്റ്റമാറ്റിക്കലി മെഷർ ചെയ്യണം. ഇനി കൺഫോമിറ്റിനെ പറ്റി, വേൾഡ് വാറിന്റെ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് വേൾഡ് വാർ II ആയിരുന്നു കൺഫോമിറ്റിയുടെ സ്റ്റഡി നടത്തിയത് മുസാഫിർ ഷെരീഫ് ആൻഡ് സോളമൻ ആഷ്. സ്റ്റാൻലി മിൽഗ്രാമും ഫിലിപ്പ് സിംബാർഡോ കൂടെ നടത്തിയത് എന്തായിരുന്നു, സ്റ്റഡീസ് ഓൺ ഒബീഡിയൻസ്. ഓക്കെ ആണോ? രണ്ട് ടോപ്പിക് ആണ് കേട്ടോ അതിൽ വരുന്നത്. ഇനി അടുത്തത് എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. നമ്മുടെ സോഷ്യൽ സൈക്കോളജിയിൽ കണ്ടോ, അപ്പോ ഫോർമേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞു നന്നായിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരികയാണ്. എല്ലാ മേഖലകളിലേക്കും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. ഇപ്പൊ നേരത്തെ പറഞ്ഞത് കൺഫേമിറ്റി, ഒബീഡിയൻസ് മാത്രം. പിന്നെ അതിനുശേഷം ഒരുപാട് ടോപ്പിക്കുകൾ അതിലിങ്ങനെ എക്സ്പാൻഡ് ചെയ്തു വന്നു. നമുക്ക് നോക്കാം. സോഷ്യൽ സൈക്കോളജി ഫർദർ എക്സ്പാൻഡഡ് ഓൺ അതർ ടോപ്പിക്സ്. കണ്ടോ, ജോൺ ഡാർലി ആൻഡ് ബിബ് പ്ലാറ്റൈൻ ഡെവലപ്ഡ് എ മോഡൽ ടു എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് വെൻ പീപ്പിൾ ഡു ആൻഡ് ഡു നോട്ട് ഹെൽപ്പ് അതേഴ്സ് ഇൻ നീഡ്. കണ്ടോ, ആദ്യത്തെ സ്റ്റഡി നടന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ജനങ്ങൾ ചില സാഹചര്യങ്ങളിൽ സഹായിക്കുന്നുണ്ട്, ചില സാഹചര്യങ്ങളിൽ സഹായിക്കുന്നില്ല, എന്തുകൊണ്ടാണ്? അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ടല്ലേ. അപ്പൊ ചില നേരത്ത് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിരുന്നു, ചില സമയത്ത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല, ഒന്നും സഹായിക്കാതെ കുത്തിരിക്കും. അപ്പൊ അതിനെ പറ്റി പഠിച്ചു. ആൻഡ് ലിയോനാർഡ് ബെർക്കോവിച്ച് സ്റ്റാർട്ടഡ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ അഗ്രഷൻ. ദേഷ്യം വരുന്നത് എങ്ങനെയാണ്, ഹ്യൂമൻ അഗ്രഷനെ പറ്റി പഠിക്കുകയാണ് അല്ലെ. ഒരാളുടെ എന്തെങ്കിലും പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടാണോ അഗ്രഷൻ വരുന്നത്, അല്ലെങ്കിൽ റീസൺ ഇല്ലാതെയാണോ അഗ്രസീവ് ആകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് മെനി അതർ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് 10 പേരുള്ളടത്ത് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. കാരണം ഇൻഡിവിജ്വലി ഡിസിഷൻ എടുക്കുന്ന പോലെയല്ല, 10 പേരുണ്ടാവുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ അതിലെ എതിർപ്പുകൾ ഉണ്ടായിരിക്കും,
ആ ഒരു ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പൊ അതിനെ പറ്റിയൊക്കെ പഠിച്ചു. ആൻഡ് ഗോർഡൻ ആൽപോർട്ട് ആൻഡ് മുസാഫിർ ഷെരീഫ് focused on inter-group relationship within the goal of understanding and potentiality reducing the occurrence of stereotypes, prejudice and discrimination. ഈ ഗോർഡൻ ആൽപോർട്ടും മുസാഫിർ ഷെരീഫും വേറൊരു സ്റ്റഡി നടത്തുന്നത്, അതായത് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസ്, ഗ്രൂപ്പിനുള്ളിലെ റിലേഷൻ. ഇപ്പൊ ഗ്രൂപ്പിൽ ഒരു 10 ആളുണ്ടെങ്കിൽ അവരുടെ റിലേഷൻ എങ്ങനെയാണ്, അതിൽ സ്റ്റീരിയോ ടൈപ്സ്, prejudice, ഡിസ്ക്രിമിനേഷൻ, ഇതിനെ പറ്റിയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ചു. In the late 20th century, social psychology expanded into the field of ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ്. എന്താണ് ആറ്റിറ്റ്യൂഡ്സും പിന്നെ കോഗ്നിറ്റീവ് പ്രോസസ്സിലെ ആറ്റിറ്റ്യൂഡിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ മനോഭാവം അല്ലെ. അതിൽ കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ലേണിങ്, മെമ്മറി, ഇതൊക്കെ കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. അപ്പൊ ഇതും ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഇതിനെ പറ്റിയിട്ട് ലേറ്റ് 20th സെഞ്ചുറിയിൽ പിന്നെയും എക്സ്പാൻഡ് ചെയ്ത് വന്നു. And social psychologists also started studying the process of persuasion. അടുത്തത് പെർസുവേഷനെ പറ്റി പഠിക്കുകയാണ്. They focused on the cognitive process that people use when evaluating messages. ഈ മെസ്സേജസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ് എങ്ങനെയാണ്. ഇപ്പൊ ഒരാൾ പറയുന്നത് കേട്ടു, ഇപ്പൊ ഫഹീം എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാണ്, അപ്പൊ ഞാനത് ഏത് രീതിക്ക് എടുക്കണം. ചിലപ്പോ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരാൾ പറഞ്ഞു ആ ഡോറൊന്ന് അടച്ചെന്ന് പറയും. അപ്പൊ നമുക്കത് വേണമെങ്കിൽ 2 രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ സാധാഗതിയിൽ ആ ഡോറൊന്ന് അടച്ചോളൂ, അതെ. വേറെ ചിലപ്പോ എങ്ങനെ വിചാരിക്കാം, ഇവൻ എന്താ എന്നോട് ഇങ്ങനെ കൽപ്പിക്കണ്, ഞാൻ എന്താ അവന്റെ വേലക്കാരിയാണോ, ഞാൻ എന്തിനിപ്പോ അത് ചെയ്യേണ്ട ആവശ്യം. അങ്ങനെ ആ കോഗ്നിറ്റീവ് പ്രോസസ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരാൾ പറയുന്ന മെസ്സേജിനെ പല രീതിക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, പെർസീവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഒരു മെസ്സേജസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് അടുത്തായിട്ട് ഫോക്കസ് ചെയ്ത കാര്യം. ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ വാസ് ഓൾസോ സ്റ്റഡി ഡ്യൂറിങ് ദിസ് പീരീഡ്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വേറെ എന്തും കൂടെ പഠിച്ചു, ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻ എന്താണ്, നമ്മുടെ മനോഭാവവും സ്വഭാവവും തമ്മിലുള്ള റിലേഷൻ എന്താണ്. ആൻഡ് ലിയോൺ ഫെസ്റ്റിംഗർ ഇമ്പോർട്ടന്റ് കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി വാസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് ടൈം ആൻഡ് ബിക്കേം എ മോഡൽ ഫോർ ലേറ്റർ റിസർച്ചേഴ്സ്. ലിയോൺ ഫെസ്റ്റിംഗർ എന്ത് ചെയ്തു, കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി ഡെവലപ്പ് ചെയ്തു. നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, സോഷ്യൽ സൈക്കോളജിയിലുള്ളതാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി. അത് ഡെവലപ്പ് ചെയ്തു. പിന്നീട് അത് റിസർച്ചിനൊക്കെ ഈ ഒരു മോഡല് എടുത്തിട്ടുണ്ട്. ഡ്യൂ ടു അഡ്വാൻസസ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, ഫോക്കസ് ഓഫ് സോഷ്യൽ സൈക്കോളജി on cognitive process was further substantiated. The social cognition approach has been focused on understanding on how our knowledge about our social worlds develop and how it influences our social thinking and behaviors. ഇനി സോഷ്യൽ കോഗ്നിഷൻ അപ്രോച്ചും കൂടെ ഉണ്ട്. അതായത് എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സോഷ്യൽ വേൾഡിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ തിങ്കിങ്ങിനെയും ബിഹേവിയറിനൊക്കെ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുള്ളവരും നമ്മുടെ ബിഹേവിയറിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെടുകയാണെന്ന് വിചാരിക്കാം, ഒരാൾ അവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടില്ല, നമ്മൾ അതൊന്നും കുറയ്ക്കും. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള സോഷ്യൽ വേൾഡിനെ നമ്മൾ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ അതിന്റെ ആ ഒരു നോളജ് ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ സോഷ്യൽ ബിഹേവിയറിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പഠിക്കുന്നതാണ് സോഷ്യൽ കോഗ്നിഷൻ അപ്രോച്ച്. അതും കൂടെ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്, അതായത് സോഷ്യൽ സൈക്കോളജി ഏതൊക്കെ ഫീൽഡിലേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, ജനങ്ങളുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഇൻഡിവിജ്വൽസിന്റെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിനെ പറ്റിയായിരുന്നു. അത് ജോൺ ഡാർലി ആൻഡ് ബിബ്ലാറ്റൈൻ ആണ് പറഞ്ഞത്. പിന്നെ ലിയോനാർഡ് ബെർക്കോവിച്ച് എന്ത് ചെയ്തു, ഹ്യൂമൻ അഗ്രഷനെ പറ്റി പഠിച്ചു. പിന്നെ വേറെ കുറച്ച് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റി പഠിച്ചു. ഗോർഡൻ ആൽപോർട്ടും മുസാഫിർ ഷെരീഫും ഇന്റർ ഗ്രൂപ്പ് റിലേഷനെ പറ്റി പഠിച്ചു. അതിലെ മെയിൻ ആയിട്ട് ഒക്വറൻസ് ഓഫ് സ്റ്റീരിയോടൈപ്സ്, prejudice ആൻഡ് ഡിസ്ക്രിമിനേഷൻ. പിന്നെ അതിനുശേഷം ലേറ്റ് 20th സെഞ്ചുറി ആയപ്പോ എന്തായി, ആറ്റിറ്റ്യൂഡും പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ്സസ് ഇൻ ആറ്റിറ്റ്യൂഡ്സും, അതായിരുന്നു അടുത്ത ലേറ്റ് 20th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം സോഷ്യൽ സൈക്കോളജിസ്റ്റ് പ്രോസസ് ഓഫ് പെർസുവേഷൻ സ്റ്റാർട്ട് ചെയ്തു. കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ ഇവാലുവേറ്റ് മെസ്സേജസ് ടൈമിൽ എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ എന്ന് പഠിച്ചു. റിലേഷൻ ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ, അതായിരുന്നു അടുത്ത ടോപ്പിക്. പിന്നെ ലിയോൺ ഫെസ്റ്റിംഗർ എന്ത് ചെയ്തു, കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ സോഷ്യൽ കോഗ്നിഷൻ അപ്രോച്ചും കൂടെ ആ ഒരു ടൈമിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണോ?
വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി അടുത്തത് സോഷ്യൽ സൈക്കോളജി ഇൻ 21st സെഞ്ചുറി, 21ാം നൂറ്റാണ്ടിൽ എന്താണ് സോഷ്യൽ സൈക്കോളജി? സോഷ്യൽ സൈക്കോളജി ഹാസ് ബീൻ സ്റ്റിൽ എക്സ്പാൻഡിങ് ഇൻ ടു മെനി ഏരിയാസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ. കണ്ടോ, നമ്മുടെ സോഷ്യൽ ബിഹേവിയറിന്റെ ഒരുപാട് ഏരിയാസിലോട്ട് സോഷ്യൽ സൈക്കോളജി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ സിറ്റുവേഷൻസ് ഇൻ അവർ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. അടുത്തത് കണ്ടോ, ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്, നമ്മുടെ ആരോഗ്യവും ഹാപ്പിനെസ് ഒക്കെ എങ്ങനെ വളർത്തിയെടുക്കാം, അതിൽ സോഷ്യൽ സിറ്റുവേഷൻസിന്റെ ഇമ്പാക്ട് എന്താണ്? ഇമ്പാക്ട് മീൻസ് എന്താ? ഇൻഫ്ലുവൻസ്. The field of social neuroscience has also emerged, which studies that how our social behavior both influences and is influenced by the activities of our brain. ഇനി സോഷ്യൽ ന്യൂറോസയൻസ് ഉണ്ട്, അതായത് ഇപ്പൊ നമ്മുടെ സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, ഇതിൽ നമ്മുടെ ബ്രെയിനിന്റെ പങ്ക് എന്താണ്? നമ്മളൊരു ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 10 ആള് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെന്നെ, വീട്ടിലൊരു ഗസ്റ്റ് വരികയാണ്, നമ്മൾ അവരെന്നെ വെൽക്കം ചെയ്യുന്നു, അവർക്ക് വേണ്ട ഡ്രിങ്ക് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സോഷ്യൽ ബിഹേവിയർ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി എന്താണ്, അതിനെ പറ്റി പഠിക്കുന്നതാണ് എന്ത്? സോഷ്യൽ ന്യൂറോ സയൻസ്. അത് നമ്മുടെ ഈ ഒരു 21st സെഞ്ചുറിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആർ കൺസിസ്റ്റന്റ്ലി സെർച്ചിങ് ന്യൂ മെത്തേഡ്സ് ടു മെഷർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ ബിഹേവിയർ. ഇനിയിപ്പോഴും എന്താണ്? സോഷ്യൽ ബിഹേവിയർ പഠിക്കാനും മെഷർ ചെയ്യാനുമുള്ള ഒരുപാട് മെത്തേഡ്സ് ഇപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർ കൺസിസ്റ്റന്റ്ലി സെർച്ചിങ് ന്യൂ മെത്തേഡ്സ് ടു മെഷർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് അവർ സോഷ്യൽ ബിഹേവിയർ. ഓക്കെ ആണോ? അപ്പോ ഹിസ്റ്ററി ആദ്യം നമുക്ക് ഏർലി ഇയേഴ്സ് പറയാനുണ്ട്. ഫിലോസഫി, നമ്മുടെ സൈക്കോളജി ഏതെടുത്താലും അതിന്റെ റൂട്ട് കിടക്കുന്നത് എവിടെയാണ്? ഫിലോസഫിയിൽ നിന്നാണ്. ഏത് സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ മെയിൻ എവിടെ കിടക്കുന്ന റൂട്ട്? ഫിലോസഫിയിൽ നിന്നാണ്. അപ്പൊ അതിപ്പോ സോഷ്യൽ സൈക്കോളജി ആയാലും സ്കൂൾ സൈക്കോളജി ആയാലും ഏതായാലും അതിന്റെ റൂട്ട് ആദ്യം കിടക്കുന്നുണ്ടായിരിക്കുക ഫിലോസഫി എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ജർമ്മൻ സ്കോളേഴ്സ് ആണ് ഹു വർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫിലോസഫർ ഹേഗൽ. പിന്നെ അവിടെ തൊട്ട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാം. ടെക്സ്റ്റ് ബുക്ക്, പിന്നെ അജണ്ട വന്നത്, പിന്നെ ലീപ്സിക്കിലെ ലാബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത്, ജോൺ വാട്സന്റെ സയന്റിഫിക് മാനിഫെസ്റ്റോ, ഫ്ലോയിഡ് ആൽപോർട്ടിന്റെ അജണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഗാർഡനർ മുർഫി, ലൂയിസ് മുർഫിയുടെ എക്സ്പെരിമെന്റൽ സോഷ്യൽ സൈക്കോളജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതിനുശേഷം എന്താണ്? ഫോർമേഷണൽ ഇയർ ആണ്. ലിയോൺ ഫെസ്റ്റിംഗർ, ലെവിന്റെ പറ്റിയൊക്കെ എന്തായാലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഫെസ്റ്റിംഗറിന്റെ റിസർച്ച് മെത്തേഡ്സിനെ പറ്റി പറയാം. പിന്നെ എക്സ്പാൻഷനിൽ അതർ ടോപ്പിക്കുകൾ, അഗ്രഷൻ, പിന്നെ അതുപോലെ തന്നെ പിന്നെന്താണ്? ഡിസിഷൻ മേക്കിംഗ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, പെർസുവേഷൻ, ആറ്റിറ്റ്യൂഡ്, ഡിസണൻസ് തിയറി, സോഷ്യൽ കോഗ്നിഷൻ, കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സോഷ്യൽ സൈക്കോളജിയുടെ 21st സെഞ്ചുറിയിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് സോഷ്യൽ ന്യൂറോ സയൻസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് ഇതിൽ കൺസിസ്റ്റന്റ്ലി ഇപ്പോഴും മെത്തേഡ്സ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് സോഷ്യൽ സൈക്കോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സോഷ്യൽ സൈക്കോളജി എന്താണ്? In 1928, first book on social psychology in India, entitled Introduction to Social Psychology, was written by Narendranath Sengupta. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് അതാണ് കേട്ടോ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി അങ്ങനെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുക്ക്. അത് 1928 നരേന്ദ്രനാഥ് സെൻഗുപ്തയാണത് ആ ബുക്ക് എഴുതിയത്, പബ്ലിഷ് ചെയ്തത്. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി അറ്റ് കൽക്കട്ട യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ നരേന്ദ്രനാഥ് സെൻഗുപ്ത എന്ന് പറയുന്ന ആരാണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യത്തെ ചെയർമാനാണ് നരേന്ദ്രനാഥ് സെൻഗുപ്ത. അസോസിയേഷൻ വിത്ത് എൻ എമിനന്റ് സോഷ്യോളജിസ്റ്റ് രാധാ കമൽ മുഖർജി. അപ്പൊ രണ്ടുപേര് കൂടിയിട്ടാണ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കൂടെ ഉള്ളത് ആരാണ്? സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള രാധാ കമൽ മുഖർജി. In the later years, Indian social psychologists continued working in the areas of prejudice, stereotypes and social attitudes. പിന്നെ അതിനുശേഷം അപ്പൊ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം പിന്നെ ഓരോ ഏരിയ അങ്ങനെ തുടങ്ങുക, ഓരോ ടോപ്പിക്കുകൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങുകയാണ്. പ്രജുഡിസ്, സ്റ്റീരിയോടൈപ്സ്, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നടന്നു. ലാർജ് സ്കെയിൽ സർവേസ് വെയർ കണ്ടക്റ്റഡ്
ടേക്കിംഗ് വേരിയസ് ആറ്റിറ്റ്യൂഡ് മെഷേഴ്സ്. ഇപ്പൊ ആറ്റിറ്റ്യൂഡ് മെഷേഴ്സ് പഠിക്കാനായിട്ട് എന്ത് ചെയ്തു, ലാർജ് സ്കെയിൽ സർവേസ് ഒക്കെ നടന്നു. വലിയൊരു സർവേ നടന്നു. നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആദ്യം ഒരു സർവേ ഉണ്ടായിരിക്കും അല്ലെ, ഒരു റിസർച്ച് ഉണ്ടായിരിക്കും, അതിന്റെ പിന്നാലെ റിസർച്ചിന്റെ ഭാഗമായിട്ട് സർവേ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് മെഷേഴ്സിനെ പറ്റി പഠിക്കാനായിട്ട് എന്ത് ചെയ്തു, വലിയൊരു സർവേ ഒക്കെ കണ്ടക്ട് ചെയ്തു. ആദിനാരായൺ കണ്ടക്ടഡ് സ്റ്റഡീസ് ഓൺ റേഷ്യൽ ആൻഡ് കമ്മ്യൂണൽ ആറ്റിറ്റ്യൂഡ്സ്. ആദിനാരായണൻ ഫോക്കസ് ചെയ്ത മേഖല ഏതായിരുന്നു, റേഷ്യൽ ആൻഡ് കമ്മ്യൂണൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഓൺ കാസ്റ്റ് ആറ്റിറ്റ്യൂഡ്സ്. കാസ്റ്റ്, ഒരു കാസ്റ്റിലോട്ട് എത്തുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ്സ് എന്താണ്. വിത്ത് ഇൻക്രീസിംഗ് എംഫസിസ് ഓൺ പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ് ഫോർ ഹെൽത്ത്, ഫാമിലി പ്ലാനിംഗ്, അഗ്രികൾച്ചറൽ ഇന്നോവേഷൻസ്, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ബിക്കം എ മേജർ ടോപ്പിക് ഓഫ് റിസർച്ച്. അതിന് പിന്നാലെ വേറെ ഏതിനൊക്കെയാണ് ഫോക്കസ് കൊടുത്തത്, പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ് ഫോർ ഹെൽത്ത്, ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള പബ്ലിക് പ്രോഗ്രാംസ്, പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ്, ആൻഡ് ഫാമിലി പ്ലാനിങ്, അഗ്രികൾച്ചറൽ ഇന്നോവേഷൻ, ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. ഇതൊക്കെ എന്തായി, റിസർച്ചിന്റെ മേജർ ടോപ്പിക് ആയിട്ട് വന്നു. During these years of social psychology was growing in popularity in India as evident from survey conducted from time to time. ഇപ്പോഴും ഓരോ സർവേസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് സോഷ്യൽ സൈക്കോളജി ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴും സോഷ്യൽ സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയാണ് നമുക്ക് ഇന്ത്യയിലെ സോഷ്യൽ സൈക്കോളജി പറയാനായിട്ടുള്ളത്. 1928 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന പേരിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു നരേന്ദ്രനാഥ് സെൻഗുപ്ത അദ്ദേഹം എന്ന് പറയുന്ന. പിന്നെ രാധാകമൽ മുഖർജി ഉണ്ട്. ഈ നരേന്ദ്രനാഥ് സെൻഗുപ്ത എന്ന് പറയുന്ന ആരാണ്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയുടെ ഫസ്റ്റ് ചെയർമാൻ ആണ്. പിന്നെ അതിനുശേഷം ഒരുപാട് ഏരിയാസ് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രെജുഡിസ്, സ്റ്റീരിയോടൈപ്സ്, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, ലാർജ് സ്കെയിൽ സർവേ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആദിനാരായണൻ കമ്മ്യൂണൽ ആറ്റിറ്റ്യൂഡ്സ് ആണ് കണ്ടക്ട് ചെയ്തത്. അതിൽ തന്നെ കാസ്റ്റ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. പിന്നെ അതിനുശേഷം ഇങ്ങനെ പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ്, ഫാമിലി പ്ലാനിങ്, അഗ്രികൾച്ചറൽ ഇന്നോവേഷൻ, ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, അതൊക്കെ എന്തായി റിസർച്ചിന്റെ മേജർ ടോപ്പിക്കുകളായിട്ട് വന്നു. അപ്പൊ ഇപ്പോഴും ഈ ഒരു സർവേ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സോഷ്യൽ സൈക്കോളജി വാസ് ഗ്രോയിങ് ഇൻ പോപ്പുലാരിറ്റി ഇൻ ഇന്ത്യ. ഓക്കെ ആണോ? ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. ബാക്കി ഫസ്റ്റ് പാർട്ട് കാണാത്തവര് കാണാട്ടാ. കണ്ടിട്ടില്ലെങ്കിൽ ഫഹിമ കാണാട്ടാ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇത്ര ഞാന് നമ്മുടെ ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ട്, ഞാനത് ഗ്രൂപ്പിൽ ഒന്നും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ആ ഒരു ടൈം ടേബിൾ വെച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിന് പകരം സാറ്റർഡേ ക്ലാസ് വെച്ചിട്ടുണ്ട്. നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് വരുന്നത്. അപ്പൊ അതിൽ ഇന്നലെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നലത്തെ ക്ലാസ്സുകൾ മൊത്തം സാറ്റർഡേ വെച്ചിട്ടുണ്ട് കേട്ടോ. ശനി ഞായറും ക്ലാസ്സിൽ. അപ്പൊ നമ്മൾ ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്ത് പോവുക. അപ്പോ ഇപ്പോ നമ്മള് സെക്കൻഡ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് BPCC 107 പിന്നെ BPCC 110 ആണ്, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഈ രണ്ട് സബ്ജക്ട് ഇപ്പൊ നമ്മൾ ഒരേപോലെ എടുത്തു പോകും. ഓക്കെ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 110 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ എപ്പോഴാണ് എക്സാം എഴുതുന്നത്? ഡിസംബറിലാണ്. ഇപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞതേ ഉള്ളൂ. ഡിസംബർ, ഇനി നെക്സ്റ്റ് ഡിസംബറിൽ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ള അപ്പൊ എല്ലാ ക്ലാസ്സും ലൈവ് കിട്ടും കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ ലൈവ് കിട്ടും. ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാ സെഷനും ലൈവ് കിട്ടും. ഇതേപോലെ തന്നെ എല്ലാ ക്ലാസ്സും ലൈവ് കിട്ടും. ഏതാണ് RC? ഏതാ? വടകര RC ആണല്ലോ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഫഹിമയുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പൊ ഫഹിമയുടെ ട്യൂഷൻ ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലും കയറിയിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ. 20% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ജോയിൻ ചെയ്ത് നെക്സ്റ്റ് പേയ്മെന്റിൽ അത് ഉണ്ടായിരിക്കും, കുറവുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പരമാവധി അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമ്മുടെ ഫ്രീ ക്ലാസ്സിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ അതിലൊന്ന് ജോയിൻ ആയിക്കോളൂ. അപ്പൊ അത് പരമാവധി ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ക്ലാസ് ഇടാറുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.